ആയി സുഹൃത്തുക്കളെ, മൃഗങ്ങളെ ഇഷ്ടമുള്ളവർ മാത്രം കാണുക കേട്ടോ. ഇത് എൻ്റെ ഒരു സ്നേഹലോകമാണ് കേട്ടോ. കണ്ടോ, ഈ രണ്ട് പോത്തുകിടാങ്ങൾ സ്വാഭാവികമായിട്ട് പോത്തുകളെ വാങ്ങാറുണ്ട്, വിൽക്കാറുണ്ട്. പക്ഷെ ഇവർ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കപ്പെടുന്ന ജീവികളാട്ടോ. മൃഗങ്ങൾ പൊതുവെ അങ്ങനെയാണ്. അവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും ചതിക്കില്ല. വിശ്വസിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റിയ സംഭവം ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ മൃഗങ്ങളാണ്. അവർ നമ്മുടെ ഓരോ സാന്നിധ്യവും തിരിച്ചറിയിട്ടു. നമ്മളുടെ ശബ്ദം, അതുമാതിരി തന്നെ നമ്മളുടെ വണ്ടിയുടെ ശബ്ദം വരെ ഇവർ പിടിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ശബ്ദമൊക്കെ അകലെന്ന് കേട്ടാൽ ഇവർ നിന്ന് കരയും. നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഇന്ന് പണ്ട് ജന്തുലോകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കെട്ടുകഥകളും പലതും പറയാറുണ്ടെങ്കിലും ഇന്ന് യഥാർത്ഥ സ്നേഹം നമ്മൾ അർപ്പിതമാക്കാൻ പറ്റിയത് ഇന്ന് ഈ ജന്തുക്കളെയാണ്. കാരണം അവർ നമ്മളെ അങ്ങേയറ്റം സ്നേഹിച്ചാൽ ആ സ്നേഹം നിലനിർത്തും അവർ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ പലതിനും വേണ്ടിയിട്ട് പലരെയും കൊന്നു കുഴിച്ചു മൂടുന്ന കാലങ്ങളാണ്. അപ്പോൾ ഇവരെ നമുക്ക് അങ്ങേയറ്റം സ്നേഹിക്കാൻ പറ്റിയതാണ് എന്നറിയിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം, ഒരു കൗതുകകരമായൊരു കാര്യം, നമ്മളൊക്കെ ഈ പോത്തുകളൊക്കെ മേയുമ്പോൾ കൊക്കുകളെ കൂടെ കണ്ടിട്ടുണ്ട്. ഈ കൊക്കുകൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഈ പോത്തും അതുമാതിരി തന്നെ പശു ആയാലും അവരുടെയൊക്കെ മേലുള്ള എന്തെങ്കിലുമൊക്കെ പേന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിന്നാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ അതല്ല കേട്ടോ. ഇവർ അങ്ങേറ്റം വളരെ നമ്മൾ വിചാരിക്കാത്ത ബുദ്ധിമാന്മാരാണ്. ഈ പോത്തൊക്കെ നടന്ന് തിന്നുമ്പോൾ അവിടെയുള്ള പുല്ലും ഇലകളും ഒക്കെ ഇളകുമ്പോൾ അതിൽ നിന്നിങ്ങനെ പല പ്രാണികളും പറക്കും. ആ പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നുക എന്നുള്ള അവരുടെ ലക്ഷ്യം. നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്ന്, പക്ഷേ ഇവർ ചെയ്യുന്നത് മറ്റൊന്ന്. ഞാനിപ്പോൾ ഇന്നാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കിയത്. ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും കാണാറുണ്ട്, പശു ആണെങ്കിലും പോത്താണെങ്കിലും മൂരിയാണെങ്കിലും ഇവരൊക്കെ മേയുന്ന സ്ഥലങ്ങളിൽ ഇതേമാതിരി ഇങ്ങനെ കൊക്കുകൾ ഇങ്ങനെ കൂടെ നടക്കുന്ന കാണാറുണ്ട്. അപ്പം ഞാൻ കരുതിയത് ഇവരുടെ മേലിൽ ചെള്ള്, പേന് ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടായിരിക്കും, അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അല്ല കേട്ടോ, ഇവർ വിദഗ്ധരാണ്. ഓക്കെ.